+2 വരെയുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ നിയന്ത്രണം ഒറ്റക്കുടക്കീഴിലാക്കാനുള്ള പ്രൊഫസർ എം.എ. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ കോടതിയെ സമീപിക്കുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ഹയർ സെക്കൻഡറി മേഖലയിലെ മികവിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് റിപ്പോർട്ടിന് പിന്നിലെന്നാണ് ആക്ഷേപം. ഹയർ സെക്കൻഡറി മേഖലയെ പ്രത്യേകമായി നിലനിർത്തണമെന്നാണ് പ്രതിപക്ഷ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകളുടെ നിലപാട്. ഇതടക്കം കമ്മീഷനു മുന്നിൽ അധ്യാപക സംഘടനകൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. ഏകപക്ഷീയമായി സർക്കാർ നിയോഗിച്ച സമിതി ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാനാണ് വിവിധ പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ നിലപാട്. അടുത്ത മാസം 6-ന് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഇത് നടത്തിയിട്ടുള്ള തെളിവെടുപ്പുകളും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകൾ നടത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ മുഖവിൽ കിടക്കാതെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ഏകപക്ഷീയമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനയായ AHSTUവും സമരം നടത്താനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി UDF അനുകൂല സംഘടനകളുടെ സംയുക്ത യോഗം ഉടൻ വിളിച്ചു ചേർക്കും. പ്രൊഫസർ ലബ്ബ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് നടപ്പാക്കപ്പെട്ട നിർദ്ദേശങ്ങൾ ഹയർ സെക്കൻഡറി മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നതായും ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അതെല്ലാം തകർക്കപ്പെടുമെന്നുമാണ് അധ്യാപക സംഘടനകളുടെ വാദം. മീഡിയ 1 കോഴിക്കോട്.